എന്താടോ ക്ലാസ്സില്ലേ? ഇല്ല സാർ. പുതിയ ടീച്ചറല്ലേ തന്റെ ക്ലാസ്സിൽ? അല്ല, അത് പീക്കാർക്ക്. അവരുടെ വീട് ഇവിടെ അടുത്താ? അടുത്തെവിടെയാണ്? മേസ്ത്രിക്ക് അറിയാം. ടീച്ചർ കുറെ സീരിയസ് ആണല്ലേ ആള്? എടോ, ടീച്ചറെ വീട്ടുകാരെങ്ങനെ പൈസക്കാരാ? ഏയ്, മേസ്ത്രി പറഞ്ഞു ആമീനോ ശിവായി എന്തോണ് ഫാദറിന്. ഗുരു ശിഷ്യന് ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. വൻപിച്ച ഉദ്ഘാടന മഹാമഹം ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. മാദകരാത്രി. മാദകരാത്രി, തെന്നിന്ത്യൻ സെക്സ് ബോംബ് ചന്ദ്രകുമാർ. എന്താ നമ്മൾ ചാടി കളറ തെന്നിന്ത്യൻ സെക്സ് ബോംബ് ചന്ദ്രകുമാരിയുടെ മാദക നൃത്തം. ചാടി. അടാ, നീ ആള് മോശമല്ലല്ലോ. യുവാഹൃദയങ്ങളെ, ഇതിന് ടിക്കറ്റ് വാങ്ങി തരും മേസ്ത്രി. നമുക്ക് മണ്ണിക്ക് അടിക്കാം. ഞാൻ കണ്ടത് തല്ലിപ്പൊളി. ഒരു കുളി സീനുണ്ട്, കുറച്ചൊക്കെ കാണാം. കോഴിക്കോട്ട് പോയപ്പോ ഒരു ഇംഗ്ലീഷ് പിക്ചർ കണ്ടു, അസാധ്യം. ഇനി ഒന്നും ബാക്കിയില്ല. കോഴിക്കോട്ടല്ലയോ? മാലവേ, ഒന്ന് തീപ്പെട്ട് വരൂ. ഇല്ല മാലവേ, വണ്ടർഫുൾ, ഭയങ്കര ആവേശം. ചേരമാഷെ, ആദ്യം എല്ലാവർക്കും കുറെ ആവേശം തോന്നും. നന്നായി പഠിപ്പിക്കണം, നല്ല റിസൾട്ട് വേണം, പിന്നെയൊക്കെ അങ്ങ് പോകും. കൊത്താരി കമ്മീഷൻ വന്നു, എത്ര കമ്മീഷൻ വന്നു, ഒന്നും നേരെയാവില്ല മാഷെ. അതും ശരിയാ. ഒരാൾ കുപ്പിക്ക് 3 റുപ്പിക പ്രകാരം 60 കുപ്പി പാൽ വാങ്ങി 15 കുപ്പി വെള്ളം ചേർത്ത് 4 റുപ്പിക പ്രകാരം വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇത് ഞാൻ പഠിച്ച കണക്കാ. പാലില് വെള്ളം, നെയ്യില് വെളിച്ചെണ്ണ, ശതമാനം പഠിപ്പിക്കും. അത് തന്നെ മാഷായപ്പോ ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നു. The whole system is wrong. കറക്റ്റ്. എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവുമാണെന്ന്. വലിയ വാക്കാ, തട്ടിക്കോ. അദ്വൈതവുമാണെന്ന് ഞാൻ ആണയിടുന്നു. അഖില ലോക വേണ്ട വേണ്ട, നിർത്ത്. കുട്ടി ഏതാ ദാസപ്പ? അത് ഞാൻ പറയില്ല മേസ്ത്രി. ശരിക്കങ്ങോട്ട് ലവ് ഉണ്ടോ അതോ വൺ വേ ട്രാഫിക് ആണോ? മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം. പെൺകുട്ടികളുടെ കത്തിൽ ദ്വയാർത്ഥം കാണും. കൊമ്പിനും കുളമ്പിനും കൊള്ളുന്ന കാര്യത്തിൽ. എന്താ ലക്ക്? പട്ടാളക്കാരനെ കൊണ്ട് ഹലാക്കായെന്ന്. ആഹാ, ഇതേ നോക്ക്. ക്യാപ്റ്റനോടെ ഞാൻ ഡ്രിൽ മാസ്റ്ററോട് ചോദിച്ചു. റൂളുണ്ട്, അടിക്കാൻ പാടില്ല, റൂൾ ബുക്കിലുണ്ട്. എന്നാലാ ബുക്ക് പകയെന്ന് കാണിച്ചു കൊടുക്കാൻ പറയാത്ത ഡ്രിൽ മാസ്റ്ററോട്. എന്നാ പുതിയ മുദ്രാവാക്യം തട്ടിക്കോ. പട്ടാളക്കാരാ മുട്ടാള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. പകയനെ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ നേതാവിനോട് പറയും ക്യാപ്റ്റ. ഹെഡ് മാഷൊക്കെ അധികാരത്തിലാണ് ചങ്ങായിന്റെ നടപ്പ്. വല്ല കുണ്ടൻ ഇടവയിൽ കൂടെ പോകുമ്പോൾ ഇരുട്ടത്തിട്ട് ചാമ്പണം പഹയനെ. മാറടോ, നോക്കടോ. ടീച്ചർ നേരത്തെ വീട്ടിലെ അച്ഛനോ അനിയത്തിയവരൊക്കെ സുഖം തന്നെയല്ലേ? ഡ്രിൽ മാസ്റ്റർ പഞ്ചരടിക്കാൻ നോക്കണല്ലോടോ ഗോപിയെ. അയാൾക്ക് രക്ഷയില്ല. ശേഖരൻ മാഷോടാ ഇത്തിരി കൂടുതൽ ആക്കം. നമ്മക്കൊരു പരിഹാരം കാണുന്ന പ്രശ്നത്തിന് എന്റെ വീട്ടിൽ തൊട്ടാലുണ്ടല്ലോ, എനിക്കറിയാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അടികൊണ്ട് ഇപ്പൊ നമുക്കാണല്ലോ. അപ്പൊ പ്രശ്നത്തിന്റെ ഗൗരവം പോയി. വാടോ നീ. ഗുഡ് മോർണിംഗ്. എന്താ പക്ഷെ പഠിക്കണ? ഓ, വെറുതെ. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ മാഷെ? ഒരു കാത്തുനിൽപ്പല്ലേ ജീവിതം തന്നെ. ഗുഡ് മോർണിംഗ്. എന്താ നേരത്തെ? മേസ്ത്രി ആരോടും പറയില്ലെങ്കിൽ ആളെ കാണിച്ചു തരാം. വരണുണ്ട്. മറുപടി കിട്ടിയോ? ഇന്നേ ഒറ്റയ്ക്ക് കണ്ടു കിട്ടിയുള്ളൂ മേസ്ത്രി. കത്ത് മുമ്പിൽ കെട്ടിക്കൊടുത്ത് ഞാൻ നേരെ സൈക്കിൾ വിട്ടു. ദേവി ഏത് കമന്റ് അടിക്കില്ലേ മേസ്ത്രി? അതേ വരണുണ്ട്. ദേ ആ കറുത്ത ഉപ്പായം. ഭാർഗവി PM. അത് തന്നെ. ആരാണെന്നറിയോ? ചന്തപ്പടിക്കല് തല്ലുണ്ടാക്കിയ 4 ആളെ ഇടിച്ചു പൊടിയാക്കിയ ഹെഡ് ആൻഡ് ഷേബിൾ പണിക്കരില്ലേ? തടിയൻ കുംഭമീശക്കാരൻ.
അയാളുടെ മരുമോളാ. സൂക്ഷിച്ചു. ടീച്ചർമാരുടെ മുറിയിൽ നിന്ന് ഡ്രിൽ മാഷ് കിട്ടിയ ന്യൂസ് കേൾക്കണം. ശേഖരൻ മാഷ്ക്ക് ഒരു കയ്യില്ല. പഴയ മുത്തശ്ശിമാര് ഏറാപ്പിടുന്ന പോലത്തെ പുതപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചോരെടുത്തിന് അസല് വാചകം പറഞ്ഞുതരാം. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും. വിനോദസഞ്ചാരത്തിനിടയ്ക്ക് ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷി അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ, ടീച്ചർമാരിൽ ഒരാളുടെ, ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, ചെയിൻ കാണാതെ പോയി. തെരച്ചിൽ ബഹളം. അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാസ്റ്ററുടെ കിടക്കേന്ന്. എന്താടോ മണ്ണ് നിന്ന കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്നത്? ചൊവ്വരായ ചുമര് വഴി എഴുതണോ, കള്ള കള്ള മാലക്കള്ള നിന്നെ ഞങ്ങൾ കണ്ടോളാം. എന്തോടാ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വേണം സാർ. ഇനി വേടാ, പിന്നെ എപ്പോ വരണം സാർ? ഇനി എപ്പോഴെങ്കിലും വാ. നാശം. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 റുപ്യ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 1 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും. ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. നോവലും കഥയും വാര്യമാഷ് തരികയില്ല സാർ. സാർ, ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കുറെ പാട്ടും കുത്തും. അപ്പോ അതിന് കുറെ അധ്വാനം. കഴിഞ്ഞ 3 കൊല്ലം ഇതിന്റെ പങ്കപ്പാട് എന്റെ തലയിലായിരുന്നു. ഇക്കൊരി എനിക്ക് വയ്യ. രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരമാ കൊല്ലത്തിൽ. ബെറ്റർ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇങ്ങനെ ചിലതൊക്കെ വേണം. യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ട് അതിന്റെ പേരിൽ ആകെ ഒന്ന് കുത്തഴിയുകയാണ് പതിവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്ന് വില സാർ. പിന്നെ ടീച്ചേഴ്സിന് സ്റ്റാഫ് കൗൺസിലിന് വേണ്ടിയിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം എടുക്കാൻ ആരെങ്കിലും വേണം. ഉത്തരവാദിത്തമേൽക്കാൻ മോഹമുള്ളവരുണ്ടാകും മാഷേ. ഞാനാണെല്ലാം. എന്നെ ഉദ്ദേശിച്ചാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാറില്ല മാഷേ, മോഹമില്ല. ചന്തപുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ളബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് രജിസ്റ്റർ ഭംഗിയാക്കുന്നതും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ മാഷേ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞാൽ മതി. വേണം മാഷെ, ഞാൻ ഇക്കാര്യത്തിൽ മാഷക്ക് ഫുൾ സപ്പോർട്ട്. അത് അവിടെ പറഞ്ഞാൽ മതി. കറക്റ്റ് ടൈം എന്തായി ടീച്ചർ? ഇന്നത്തെ